നമസ്കാരം. ഒരു സംഖ്യയോ സംഘിണിയോ ആയിക്കഴിഞ്ഞാൽ എത്രമാത്രം നാറിയാകും, എത്രമാത്രം അലവലാതിയാകും എന്നതിൻ്റെ തെളിവാണ് ഇന്നിപ്പോ കൊച്ചിയിലെ ടൗൺ ഹാളിൽ സഖാവ് എം ലോറൻസിന്റെ പൊതുദർശനത്തിൽ കണ്ട കാഴ്ച. മകളായിപ്പോയി, അത് ഒരു വലിയ തെറ്റായിരുന്നു എന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുമ്പ് എം ലോറൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ കാണിക്കാം, അത് വായിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഈ ആശ എന്ന മകൾ എന്തിനാണ് അവിടെ ചെന്ന് ഈ ഷോ കാട്ടിയതെന്നുള്ള കാര്യം. അതും ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കൊടും വിഷം അല്ലെങ്കിൽ ഏറ്റവും വലിയ കുഴുത്തുരുമ്പൻ വിഷജന്തുവായിട്ടുള്ള സംഘി വക്കീലുണ്ടല്ലോ, കൃഷ്ണരാജിനെയും പൊക്കി പിടിച്ചുകൊണ്ടാണ് ഇന്നിപ്പോ സ്വന്തം അച്ഛന്റെ ഒരു പൊതുദർശന വേദിയെ ഈ രീതിയിൽ അലങ്കോലപ്പെടുത്തിയത്. എൻ്റെ അച്ഛനാണത്ര, എൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ ആ പരിവേഷമില്ലായിരുന്നു. അച്ഛന്റെ രാഷ്ട്രീയത്തിനെ മുതലെടുത്തുകൊണ്ട് തൻ്റെ രാഷ്ട്രീയം വളർത്താൻ വേണ്ടിയും അച്ഛന്റെ രാഷ്ട്രീയത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കരിവാരി തേക്കാൻ വേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി എല്ലാ കാലവും ശ്രമിച്ചുകൊണ്ട് നടന്ന ഒരു മകളാണ്. അച്ഛൻ മരണപ്പെടുമ്പോൾ ഇനിയിപ്പോ നോട്ടം മറ്റു ചിലതിലൊക്കെ ആകുമല്ലോ. അതായത് അദ്ദേഹത്തിന് ഇനി എന്തൊക്കെ അവശേഷിപ്പുണ്ടോ അതിൽ നിന്ന് എന്തൊക്കെ എനിക്ക് ഒപ്പിച്ചുകൊണ്ട് പോകാം, അതിനെന്ത് ചെയ്യണം, ഇത് എൻ്റെ അച്ഛനാണ്, എൻ്റെ അച്ഛനാണെന്നുള്ള മോങ്ങൽ നടത്തണം. ഈ ഒരു പൊതുദർശനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദം, അതായത് എൻ്റെ അച്ഛനെ ക്രിസ്തീയ ആചാരപ്രകാരം പള്ളിയിൽ അടക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഹൈക്കോടതി പോയത്. ഹൈക്കോടതി എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞു. അതായത് ഒരു വ്യക്തിയുടെ അവകാശമാണ് അയാൾ മരണപ്പെടുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത്. ഇപ്പോ ഈ ഒരു വിവാദത്തിന്റെ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. എം ലോറൻസിന്റെ മകനാണ്. ഇദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം, താല്പര്യപ്രകാരം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ശരീരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാൻ തീരുമാനിച്ചത്, അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ചത്. അത് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. വരും കാലത്തെ മെഡിക്കൽ മേഖലയ്ക്ക് തൻ്റെ ശരീരം ഗുണപ്പെടട്ടെ, അതുകൊണ്ട് കുട്ടികളൊക്കെ പഠിച്ച് വരുന്ന കാലഘട്ടത്തിൽ കൂടുതൽ അവർക്ക് അഡ്വാൻസ്ഡ് ആയി മാറട്ടെ എന്നുള്ള ചിന്ത മനുഷ്യ സമൂഹത്തിനു വേണ്ടിയാണ്, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. ഒരു പക്ഷേ ഈ വിവാദം ഉണ്ടാകാൻ മറ്റൊരു ആംഗിളിൽ നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെടുന്നവരെയും സഖാവ് ലോറൻസിനെ ശുശ്രൂഷിച്ചത്. അദ്ദേഹത്തിനോട് ഇദ്ദേഹം ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിലും ഒപ്പം സർക്കാർ സംവിധാനങ്ങളോടും ഇദ്ദേഹം ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കുപോക്കുകൾ ഉണ്ടായത്. അപ്പോഴാണ് ഈ നാടകീയ ഇതുമായിട്ട് വരുന്നു. സലിംകുമാർ പുലിവാൽ കല്യാണം എന്ന സിനിമയിൽ അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കരയും പോലെ ഓടി വരികയാണ്, അതും കുറച്ച് സംഘികളെയും കൂട്ടുപിടിച്ചുകൊണ്ട്. ആ ഒരു സംഭവം കണ്ടപ്പോൾ ഓർമ്മ വന്നത് കൊച്ചിയിൽ തന്നെ പത്മജ മേനോൻ എന്ന് പറയുന്ന ഒരു സംഘിണി ഊള ഉണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ഡിവൈഎഫ്ഐ വയനാടിന് വേണ്ടി അവിടെ ഒരു തട്ടുകട നടത്തി ധനസമാഹരണം നടത്തുന്ന സന്ദർഭത്തിൽ അതിന്റെ മുന്നിൽ പോയി കിടന്ന് ഇതുപോലെ പട്ടി ഷോ കാണിച്ച് ഒടുവിൽ മോങ്ങലും കഞ്ഞിയായിട്ടൊക്കെ നടന്നത് നമ്മൾ കണ്ടതല്ലേ. സമാനമാണ് ഒരു സംഘിണി എന്ന് പറഞ്ഞാൽ വിഷമാണ്. ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നത്, അതായത് അച്ഛൻ ചെയ്ത ഒരു നന്മയാണെന്ന് പോലും ചിന്തിക്കാൻ ശേഷിയില്ലാത്ത അദ്ദേഹത്തിന്റെ മകളായി പിറന്നുപോയി എന്നതിൽ അദ്ദേഹം എല്ലാ കാലത്തും പശ്ചാത്തപിച്ചിരുന്ന ഒരു വ്യക്തി. അങ്ങനെ പശ്ചാത്തപിച്ചു എന്ന് നിങ്ങൾ എങ്ങനെ പറയും എന്ന് ചിലപ്പോൾ ചോദ്യം ഉണ്ടാകും. അതിനാണ് 2021 മെയ് 27 എം ലോറൻസ് തന്നെ ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പുണ്ട്. ഈ തങ്കപ്പെട്ട മകളെക്കുറിച്ച് അല്ലെങ്കിൽ സംഘിണിയായിട്ടുള്ള ആ നാറിയെക്കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്താണെന്നൊന്ന് കേട്ടോളൂ. ഓക്സിജൻ ലെവൽ കുറയുകയും പനിയും ക്ഷീണവും മൂലം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം എറണാകുളത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഞാൻ. എനിക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ എന്നോടൊപ്പം പാർട്ടിയും മൂത്ത മകൻ സജീവനും ഇതുവരെ എന്നെ പരിചരിച്ച മറ്റു ബന്ധുക്കളുമുണ്ട്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒരാളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4 മക്കളിൽ വർഷങ്ങളായി എന്നോട് അകൽച്ചയിലായിരുന്ന മകൾ ആശ അടുപ്പം പ്രദർശിപ്പിക്കാൻ എന്നവണ്ണം കഴിഞ്ഞ ദിവസം എന്നെ സന്ദർശിക്കുകയുണ്ടായി. ശേഷം എന്റെ സമ്മതമില്ലാതെ എടുത്ത ചിത്രങ്ങളും മറ്റും ഉപയോഗിച്ച് ദുഷ്പ്രചരണ വേലകൾ ആരംഭിച്ചിരിക്കുകയാണ്. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് എന്നെ വിഷമിപ്പിച്ച ആൾ കൂടിയാണ് ആശ. ആദരവോടെ എന്നെ ഇവിടെ സന്ദർശിക്കാനെത്തിയ പ്രിയ സഖാവ് CN മോഹനൻ, അജയ് തറയിൽ എന്നിവരെ മകൾ എന്ന മേൽവിലാസം ഉപയോഗിച്ച് ആശ അധിക്ഷേപിച്ചു. അതല്ലാതെ മറ്റൊരു മേൽവിലാസവും ആശയോ ആശയുടെ മകനോ നേടിയിട്ടില്ല. എന്റെ മറ്റു മക്കൾ എന്നോട് അടുപ്പം പുലർത്തുകയും പരിചരിക്കാനും തയ്യാറായ ബന്ധുക്കൾ, പാർട്ടി നേതാക്കൾ തുടങ്ങി പലരെയും തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരന്തരം ആക്ഷേപിക്കുകയാണ്. എന്റെ അറിവോ സമ്മതമോ കൂടാതെ എന്റെ ക്ഷീണാവസ്ഥ മുതലാക്കി ഇവിടെ എത്തിയ ആശ എന്നെ സഹായിക്കാൻ എത്തിയതാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ എന്റെ നല്ലതിനു വേണ്ടി ഒരിക്കലും ഈ മകൾ യാതൊന്നും ചെയ്തിട്ടില്ല.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന സംഘപരിവാർ ശക്തിക്കൊപ്പം ഇപ്പോൾ നിലകൊള്ളുന്ന ആശയുടെ ദുഷ്പ്രചരണത്തെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പിതാവ് എങ്ങനെയായിരിക്കും ഒരു മകളെ കുറിച്ച് ഇങ്ങനെ എഴുതേണ്ടി വന്നിട്ടുള്ളത്? സാധാരണഗതിയിൽ ആൺമക്കളെ കുറിച്ചാണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. ഒരു മകൾ എന്നുള്ള നിലയ്ക്ക് ആശ എന്ന് പറയുന്ന ആ കഥാപാത്രം എത്രമാത്രം വിഷജന്തുവാണെന്ന് ഒരു പിതാവ് 2021 തന്നെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുകയാണ്. അച്ഛന്റെ ലേബലിൽ സംഘപരിവാർ കേന്ദ്രത്തിൽ പോയി നേട്ടമുണ്ടാക്കാൻ നോക്കിയ ഒരു മകൾ ഇന്നിപ്പോ കാട്ടിയ ഇതിനെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ചേർത്ത് വെച്ച് വായിച്ചാൽ എന്താണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത്? അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒന്നിന് ജന്മം കൊടുത്തല്ലോ എന്ന് ആ ആത്മാവ് ഇപ്പോൾ പരിവേദിക്കുന്നുണ്ടാകും. കാര്യം മരിച്ചാൽ പോലും സ്വസ്ഥത കൊടുക്കാത്ത ഒരു മകൾ, എന്നിട്ട് സംഘപരിവാർ അനുകൂലികളെയും കൊണ്ട് അദ്ദേഹത്തിന്റെ ഇനി മിച്ചമുള്ള എന്തെങ്കിലും സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി വലിയ വിഷമായിട്ടുള്ള ഒരു കൃഷ്ണരാജ് വക്കീൽ എന്നൊരു മടലിനെയും പൊക്കി പിടിച്ചുകൊണ്ട് ആ പൊതുദർശന വേദിയിൽ വന്ന് ഈ തോന്നിവാസം കാട്ടണമെന്നുണ്ടെങ്കിൽ എത്ര മാത്രം വിഷമായിരിക്കണം ആ മകൾ. ആ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവർ രണ്ട് മടൽ വെട്ടി രണ്ടിന്റെ മുതുവളക്ക ഓരോന്ന് കൊടുത്ത് അവിടെ നിന്ന് ഓടിച്ചു വിടുകയല്ലാതെ ഇതിനൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല. ഇതൊക്കെയാണ് ഇതിനുള്ള മരുന്നുകൾ. ഇങ്ങനെ ഏത് അവസരത്തെയും വിഷമയമാക്കുന്ന രീതി. നേരത്തെ പറഞ്ഞ കണക്ക് പത്മജ മേനോൻ എത്രമാത്രം നന്മയുള്ള പ്രവർത്തനമാണ് അന്ന് ഡിവൈഎഫ്ഐക്കാർ അവിടെ നടത്തിയത്. അതിന്റെ ഇടയിൽ കയറി ചെന്ന് ആ സംഘടന നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടില്ലേ? ആ വിഷജന്തു ചെയ്ത പ്രവർത്തനത്തിന് സമാനമല്ലേ മറ്റൊരു സംഘടനയായിട്ടുള്ള അച്ഛന്റെ പേര് മാർക്കറ്റ് ചെയ്ത് മറ്റൊരിടത്ത് അവർക്ക് സ്പേസ് ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു മകൾ ചെയ്തിരിക്കുന്നത്? മകളാണെന്ന് പറയാൻ പറ്റൂ? ജനിപ്പിച്ച തന്തേനെ തന്നെ സമൂഹത്തിന്റെ മുന്നിൽ അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ കരിവാരി തേക്കാനും വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഇവരുടെ ഉദ്ദേശം എന്താണ്? അച്ഛനെ വിറ്റ് കാശടിക്കുക, അച്ഛൻ്റെത് ഉള്ളത് ഊറ്റിയെടുക്കുക. ജീവിച്ചിരുന്ന സമയത്ത് സ്വസ്ഥത കൊടുക്കാതെ മകളായി പോയി എന്ന ലേബലിൽ അതും പ്രചരിപ്പിച്ചുകൊണ്ട് നാട് നീളെ ആ വ്യക്തിയുടെ മരണാനന്തര ചടങ്ങുകളെ പോലും ഇങ്ങനെ താറുമാറാക്കിയ മകൾ എന്താണ് അർഹിക്കുന്നത്? നിങ്ങൾ തന്നെ പറയും. നിങ്ങളുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നത്. എന്താണ് ചെയ്യേണ്ടത്? ഒന്നേ ഉള്ളൂ, നേരത്തെ പറഞ്ഞ ആ മറുപടി. അതുകൊണ്ട് ആശയെ കണ്ടിട്ട് കണ്ണീരൊഴുക്കുന്നവരോ, ആശയുടെ ഇന്നത്തെ നെറുകെട്ട നാറിയ പ്രവർത്തനം, അതായത് സ്വന്തം പിതാവാണ്, പിതൃത്വമാണ്, ഈ ഭൂമിയിൽ ഒരു ജീവൻ കൊടുത്ത വ്യക്തിയാണ്, അദ്ദേഹത്തിന് അർഹിച്ച ആദരവ് കൊടുത്ത് യാത്രയാക്കിയതിൽ വലിയ ആദരവ് കൊടുക്കേണ്ടിയിരിക്കുന്നു. പൊന്നാടയിട്ടാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ ആദരിക്കേണ്ടത്. എന്തായാലും അദ്ദേഹം ചെയ്ത ഒരു കാര്യവും അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള സജീവൻ ഉൾപ്പെടെ ചെയ്ത കാര്യം, സ്വന്തം അച്ഛന്റെ ആവശ്യപ്രകാരം ആ ഭൗതികദേഹം ഈ നാട്ടിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനാണ് കൊടുത്തത്. മണ്ണിൽ അലിഞ്ഞു പോകുന്നതിനേക്കാൾ എത്ര മഹത്തരമായിട്ടുള്ള കാര്യമാണ്. കുട്ടികൾ പഠിക്കട്ടെന്നേ, പുതിയ പുതിയ അസുഖങ്ങൾക്ക് മരുന്ന് കണ്ടെത്തട്ടെന്നേ. വരും കാലത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പഠന വിധേയമാക്കാൻ വേണ്ടി ശരീരങ്ങൾ വേണ്ടതുണ്ട്. ആ ശരീരമാകാൻ തയ്യാറെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമുഖത്തെ മനുഷ്യർക്ക് വേണ്ടി ആ ശരീരം പോലും ഒഴിഞ്ഞു വെച്ച് പോകുന്ന നന്മയായിട്ട് വേണം കാണാൻ. അത് കാണാൻ കെൽപ്പില്ലാത്ത ഇതുപോലുള്ള വിഷജന്തുക്കൾ സംഘപരിവാർ കേന്ദ്രത്തിൽ കൂടി എത്തിക്കഴിഞ്ഞാൽ എത്രമാത്രം വിഷമാകും എന്നതിന്റെ തെളിവാണ് ആ കാഴ്ചകളെന്ന് പറയേണ്ടി വരികയാണ്.